നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. ദ വിസ്പർ വുഡ്സ്, ഇരുട്ടിൻ്റെ മറവിലെ ആ കാട്. ഒരിക്കൽ കേരളത്തിലെ നിബിഡ വനങ്ങളുടെ ഹൃദയഭാഗത്ത് ശാന്തമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ വിസ്പറിംഗ് വുഡ്സിൻ്റെ കഥകൾ തലമുറകളിലൂടെ പ്രതിധ്വനിച്ചു. ആ ഗ്രാമത്തിലെ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നം. കുട്ടികളെല്ലാം അത് കേട്ടു ഭയന്നു. രാത്രികളിൽ അവർ കൂടിയിരുന്ന് ഇതെല്ലാം പറയുമായിരുന്നു. അന്നൊന്നും അവർ അറിഞ്ഞിരുന്നില്ല അവരുടെ പിന്നിലെ രൂപങ്ങളെ അവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്നും അവരുടെ പിന്നിൽ അവരുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഈ പുനരുദ്ധാന തോട്ടങ്ങൾക്കുള്ളിൽ സ്പെക്ട്രൽ സംബന്ധങ്ങൾ അശ്രദ്ധരായ സഞ്ചാരികളെ വിളിച്ചറിയിക്കുകയും അവർ ഒരിക്കലും മടങ്ങി വരാത്ത ഇരുട്ടിൻ്റെ വലയത്തിലേക്ക് അവരെ നെയ്തെടുക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയിരിക്കെയാണ് അർജുനും മായും എന്നു പേരുള്ള രണ്ടുപേർ യൗവനത്തിൻ്റെ യൗവനയുക്തമായ ധൈര്യവും കൗതുകവും കൊണ്ട് വിസ്പറിംഗ് വുഡ്സ് മറിഞ്ഞിരിക്കുന്ന നിഗൂഢതയുടെ ചുരുളഴിക്കാൻ തീരുമാനിച്ചത്. അവരുടെ ധൈര്യവും തുച്ഛമായ സാധനങ്ങളും മാത്രം ഉപയോഗിച്ച് അവർ ചന്ദ്രന്റെ വെളിച്ചത്തിൽ കാടിൻ്റെ ആഴങ്ങളിലേക്ക് കുതിച്ചു. അവർ മരങ്ങളുടെ നീൾ നിറഞ്ഞ രിന്തിയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് നടക്കുമ്പോൾ വായുവിൽ നിന്ന് മറ്റൊരു ലോകത്തിൻ്റെ തണുപ്പ് വർദ്ധിച്ചു. ഇലകളിലൂടെ വിചിത്രമായ ശബ്ദങ്ങൾ മന്ത്രിച്ചു. പുരാതന ആൽമരത്തെ സമീപിക്കുമ്പോൾ മായയുടെ ഫ്ലാഷ് ലൈറ്റ് പരിഭ്രാന്തയോടെ മുന്നിമറിഞ്ഞു. മരത്തിൻ്റെ വേരുകൾ കണ്ട് അവരുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. അതിൻ്റെ വേരുകൾ ഭൂമിയിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന അസ്ഥിക്കൂട വെള്ളുകൾ പോലെ വളച്ചൊടിച്ചു. എന്തെന്നില്ലാതെ നേർക്കുനേർ നോക്കി നിന്നു. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നൊരു പിടിയുമില്ലാതെ അവർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. പെട്ടെന്ന് വേട്ടയാടുന്ന ഇനം കാട്ടിലൊഴുകി അവരുടെ ഹൃദയങ്ങളെ കുളിരരിയിക്കുന്ന രീതിയിൽ അവരുടെ പേരുകളെ വിളിച്ചു. അയ്യാ, അർജുൻ! ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ അവർ ചുറ്റും നോക്കി. അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിഴലുകൾ അവർക്ക് ചുറ്റും നൃത്തം ചെയ്തു. കാടിൻ്റെ തറയിൽ വിചിത്രമായ രൂപങ്ങൾ അവർ കണ്ടു. കാണാത്ത കണ്ണുകൾ അവിടെ ഓരോ ചലവിനും വീക്ഷിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അവരുടെ ഗ്രാമത്തെപ്പറ്റി അവരോർത്തു. തിരിച്ചു പോകാൻ ഒത്തിരി ആഗ്രഹിച്ചെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. വഴിതെറ്റി എവിടെയോ അവരെത്തി. ഒരു പഴയ ദേവാലയത്തിൽ ഇടറി വീഴുമ്പോൾ നിരാശ അവരുടെ ഹൃദയത്തിൽ വീണു. അവിടെയുള്ള കല്ലുകളെല്ലാം പായലിൽ പൊതിഞ്ഞിരുന്നു. അതിൻ്റെ തകർന്നു വീണ ചുവറുകൾക്കുള്ളിൽ നഷ്ടപ്പെട്ട ആത്മാക്കളുടെയും മറന്നുപോയ സ്വപ്നങ്ങളുടെയും കഥകൾ പ്രതിധ്വനിക്കുന്നത് അവർ കേട്ടു. എന്നാൽ പോലും അവർ അവിടെ തന്നെ അഭയം തേടി. എന്നിരുന്നാലും ദേവാലയത്തിൻ്റെ സംഗീതത്തിനുള്ളിൽ പോലും അവരുടെ ചിന്തകളെ വേട്ടയാടുകയും പുനരുദ്ധാന ഭയങ്ങളെ ഇളക്കിവിടുകയും ചെയ്തു. അടുത്ത് ഒരു ശുദ്ര സാന്നിധ്യം നിലനിന്നിരുന്നു. അതിൻ്റെ ഉദ്ദേശം അജ്ഞാതമാണ്. പക്ഷേ രാത്രിയുടെ ഭയങ്കരമായ നിശബ്ദതയിൽ സ്പഷ്ടമാണെന്ന് വ്യക്തം. ഒടുവിൽ ഇടതൂർന്ന മേലാപ്പിനോട് പ്രഭാതം പൊട്ടിപ്പുണർന്നപ്പോൾ അവർ കണ്ടതിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭയവുമായി കൂടിച്ചേർന്നു. ദേവാലയത്തിനുള്ളിൽ അവർ വിറയ്ക്കുന്നത് ഗ്രാമവാസികൾ കണ്ടെത്തി. അവരുടെ മുഖം വിസ്പറിംഗ് വുഡ്സിൻ്റെ ഭീകരതയാൽ വല്ലാതെ ഭയന്നിരിക്കുന്നത് അവർ കണ്ടു. എന്തെന്നില്ലാത്ത രീതിയിൽ അവർ ഗ്രാമവാസികളെ കണ്ടപ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ സന്തോഷം വന്നു. ഗ്രാമവാസികൾ അവരോട് ഓരോന്നും ശ്രദ്ധിച്ചറിഞ്ഞു. എല്ലാം അവർ ഒന്നൊന്നായി പറഞ്ഞു. അന്ന് മുതൽ വിസ്പറിംഗ് വുഡ്സ് ഒരു നിശബ്ദ കാവൽക്കാരനിൽ നിന്ന് നമ്മുടെ ധാരണയുടെ മറയ്ക്കപ്പുറം വസിക്കുന്ന അദൃശ്യ ശക്തികളുടെ ഓർമ്മപ്പെടുത്തി അവരുടെ രഹസ്യങ്ങളെ ചുരുളഴിക്കാൻ ചെല്ലുന്നവരെയൊക്കെ കെണിയിൽ വീഴ്ത്താൻ കാത്തിരിക്കുന്നു. Here we conclude the Whispering Woods.